വളരെ ഡീപ്പായിട്ടുള്ളൊരു തിരിച്ചറിവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഞങ്ങളുടെ കോളേജിൽ ഇൻഡക്ഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്പീക്കേഴ്സും ടീച്ചേഴ്സും പ്രൊമിനൻ്റുള്ള ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും അല്ലെങ്കിൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണ്, ആ ടീച്ചറിൻ്റെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യങ്ങൾ അവർ കുറേ തവണ റിപ്പീറ്റ് ചെയ്തു. പക്ഷേ ആ വന്നവരിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ടീച്ചർ ആരാ, അവരെന്ത് ക്വാളിറ്റി കാരണമാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ മറുപടി പറയാൻ ഞാൻ റെഡി ആയിരുന്നു. ഒരു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്ലാസ് വരെ എനിക്കൊരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറിനെ പറ്റി പറയാമല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് ആ ടീച്ചറിനെ ഇഷ്ടപ്പെടാത്തതെന്നുള്ള കേസൊക്കെ ഞാനത് പറയാം. ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്സാണ്. അപ്പോൾ ഒരു 3-4 ക്ലാസ് വരെ ഐ തിങ്ക് ഞാൻ മാത്സിൽ അത്ര കില്ലാടിയൊന്നും ആയിരുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ജയിക്കെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 4-ന് ഇപ്പുറത്തേക്ക് ഐ തിങ്ക് 10ാം ക്ലാസ്സിലെ SLCക്ക് തൊട്ട് മുന്നിലുള്ളൊരു മോഡൽ എക്സാം ഇല്ലേ, അതുവരെ ഞാൻ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 10-20 മാർക്കിന് വരെ പേപ്പർ എനിക്ക് പോവുമായിരുന്നു, ഞാൻ തോറ്റു പോയിരുന്നു. പക്ഷേ എനിക്ക് എന്താ റീസൺ എനിക്കന്ന് പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എന്നും ഞാൻ മാത്സ് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാനത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയെങ്കിലും പഠിച്ച് ജയിക്കണമെന്ന്, പക്ഷേ ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയുന്നത് ഞാൻ ആ ടീച്ചറിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നതുകൊണ്ടാണ് മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റാതാവുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കേട്ടില്ല, ഞാൻ എങ്ങനെയെങ്കിലും പഠിക്കുന്നതാണ്. പക്ഷേ അന്നും തെറ്റി. കാരണം ആ സമയത്തൊക്കെ ഈ പറയുന്ന ഓൾ പാസ്സൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്സിൽ ജയിച്ചോ തോറ്റോ അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഉന്തിത്തള്ളി ഞാൻ 8ാം ക്ലാസ്സിൽ ചെല്ലുന്നു. അന്ന് ആദ്യത്തെ മാത്സ് ക്ലാസ് നടക്കണം. അപ്പോൾ ഈ പറയുന്ന ടീച്ചർ വന്നു. ടീച്ചറിനെ നമുക്ക് കൃഷ്ണ എന്ന് പറഞ്ഞ പേരിൽ പറയാം. അപ്പോൾ കൃഷ്ണ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിലെല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമുള്ളവരാരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈപൊക്കി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രം കൈപൊക്കിയില്ല. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ ഞാൻ ഇവളും കൈപൊക്കിയിട്ടില്ല. അപ്പോൾ ഇഷ്ടമല്ലാത്ത ആ 2 പേരെ എണീക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും എണീക്കാമെന്ന് കരുതിയപ്പോൾ ഇവൾ അവിടെ ഇരുന്നു. ടീച്ചർ ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ടീച്ചറെ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരി കരുതിപ്പോയി. ഓക്കെ പോട്ടെ. അപ്പോൾ കൃഷ്ണ ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു, എന്താ റീസൺ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് റീസൺ ഒന്നും പറയാനില്ല, എനിക്കിഷ്ടമല്ല, അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അധികം പ്രശ്നമൊന്നും ഇല്ലാതെ കൊണ്ട് ഇരുത്തി തോന്നുന്നു. പിന്നെ അങ്ങോട്ടുണ്ടായ സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സീൻ എൻ്റെ ഓർമ്മയിലുണ്ട് ആ ക്ലാസ്സിൽ നടന്നത്. എന്നിട്ടും ഞാൻ ഈ പറയുന്ന 8ലും മാത്സിൽ ജയിച്ചില്ല, 9ലും ജയിച്ചില്ല. പിന്നെ 10 വരെ ഞാൻ എങ്ങനെയോ ഞാൻ ചെന്ന് മോഡലായി. അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചിട്ടില്ല മോഡലിന്. ശരി, SLC വന്നു. അങ്ങനെ SLCക്ക് ഞാൻ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ ജയിച്ചു. അത് ഇന്നും എനിക്കൊരു ഈ ചുരുളഴിയാത്ത രഹസ്യം എന്ന് പറയുന്നൊരു സംഭവമാണ്, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഞാൻ മാത്സുള്ള സബ്ജക്റ്റ് എടുക്കില്ല എന്ന് കരുതി ഞാൻ എൻ്റെ +2 മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റ് എടുത്തു, ഡിഗ്രിക്കും മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റ് എടുത്തു, PGക്കും മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റ് എടുത്തു. പക്ഷെ ഞാൻ പെട്ടത് PGക്ക് ശേഷമാണ്. കാരണം PG കഴിഞ്ഞ ശേഷമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റിയുള്ളൊരു ധാരണ ലൈഫിലേക്ക് വരുന്നത്. അവിടെ മാത്സ് ഉണ്ട്, അപ്പോൾ അത് പഠിച്ചേ പറ്റുള്ളൂ എന്നറിയാം. ഇപ്പം ഞാൻ കിടന്ന് ചക്രശ്വാസം വെച്ചുകൊണ്ടിരിക്കുകയാണ് മാത്സിൻ്റെ ഓരോ ഫോർമുലയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ B.Edന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. B.Edന് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഇൻഡക്ഷൻ ക്ലാസ്സിൽ ഇപ്പം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ ആലോചിക്കണം, എനിക്കിപ്പോൾ 24 വയസ്സായി. 24ാമത്തെ വയസ്സ് വരെയും എൻ്റെ മനസ്സിൽ, അതായത് 15ാമത്തെ വയസ്സിലാണ്, 15ലല്ല 12ലാണ്ടാണ് ഞാൻ ഈ പറയുന്നത്, 12 13ലാണ്ടാണ് 8ാം ക്ലാസ്സിൽ ഞാൻ ചെല്ലുന്നത്. 13ലാണ്. അപ്പോൾ 13 തൊട്ട് ഈ പറയുന്ന 24 വരെ ഏകദേശം 10-11 വർഷത്തോളം എൻ്റെ മനസ്സിൽ ആ ടീച്ചറിനോടൊരു നെഗറ്റീവ് വൈബായിരുന്നു ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ മാത്സ് പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പേര് പോലും പലതും ഞാൻ ഓർക്കുന്നില്ല. അവർ ചെയ്ത കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ ഭയങ്കരമായിട്ടൊന്നും തങ്ങി നിൽക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന കൃഷ്ണ ടീച്ചർ ചെയ്ത ചില കാര്യങ്ങളും പിന്നെ ടീച്ചറിൻ്റെ സംസാരത്തിനുള്ള പെരുമാറ്റം അതൊക്കെ കൊണ്ടായിരിക്കാം എന്തോ അതൊക്കെ ഒരു ഭയങ്കര മോശം കാര്യമാണ് എന്ന് വിചാരിച്ച സമയമായിരുന്നു. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന ഉത്തരം കൃഷ്ണ ടീച്ചറിൻ്റെ പേരായിരുന്നു തന്നെ, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓറിയൻറ്റേഷൻ ക്ലാസ് വരെ. പക്ഷേ ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ചത്, ടീച്ചർ എങ്ങനെ എനിക്ക് മോശവും, ടീച്ചർ ആ പറഞ്ഞത് ഓക്കെ
ഒരു പക്ഷെ അന്ന് ടീച്ചർ പറഞ്ഞതിൻ്റെ ഒരു വാശിപ്പുറത്താണെങ്കിലോ ഒരിക്കലും ജയിക്കില്ലെന്ന് ഞാൻ തന്നെ വിധി എഴുതിയ സബ്ജക്റ്റ് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ, അത് ലാസ്റ്റത്തെ എക്സാമിനാണ് ജയിച്ചത്. നീണ്ട 4ാം ക്ലാസ് തൊട്ട് ഈ പറയുന്ന 10ാം ക്ലാസ് വരെ ഒരു 6 വർഷത്തോളം ഞാൻ മാത്സിൽ ഒരിക്കലും ഒരു ടീച്ചേഴ്സിന്, എന്നെ അന്ന് പഠിപ്പിച്ച ഒരു ടീച്ചേഴ്സിന് യാതൊരു ഹോപ്പും ഇല്ലായിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ കൃഷ്ണ ടീച്ചർ എവിടെയാണ് എൻ്റെ കാര്യത്തിൽ ഹോപ്പ് കണ്ടത് എനിക്കിപ്പോഴും അറിയത്തില്ല. ആ ടീച്ചർ കാരണമാണ് സത്യം പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഇപ്പോൾ BEd വരെ എത്തി നിൽക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കൂടാനുള്ള ഒരു കെൽപ്പ് എനിക്ക് ഉണ്ടാക്കിയത് ആ ടീച്ചറാണ്. പിന്നെ എങ്ങനെ എനിക്ക് ആ ടീച്ചറിനെ വെറുക്കാൻ പറ്റുന്നു എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചു പോയി. 6 വർഷത്തോളം മാത്സ് എന്നുള്ള സബ്ജക്റ്റിനോട് മാത്രമാണ് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ടുണ്ടായ 11 വർഷം ആ മാത്സ് പഠിപ്പിച്ച ടീച്ചറിനെ വരെ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത് വെറുക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സ് കൃഷ്ണ ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോഴോ ടീച്ചറിനെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ എപ്പോഴും മാറി നിൽക്കാനാണ് ശ്രമിക്കാറ്. എനിക്ക് താല്പര്യമില്ല, അവരെങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഒരു ഫുൾ ബ്ലെയിമിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു തവണയും കൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ആ ടീച്ചറിനൊന്ന് നേരിട്ട് കാണാൻ പറ്റണമെന്ന്. ഞാനിപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ, ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച സ്കൂളൊക്കെ അന്വേഷിച്ച് പോകാൻ നോക്കും. പക്ഷേ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഫുൾ ബ്ലാങ്കായി പോവുകയാണ്, എവിടെ എത്താൻ പറ്റാതെ ആയി പോകുന്നൊരു മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. എനിക്ക് ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെയാണ് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തിയത്. എന്നാൽ ഇന്ന് എനിക്കിങ്ങനൊരു തിരിച്ചറിവ് വന്നപ്പം ടീച്ചറിൻ്റെ അടുത്തേക്കൊന്ന് പോകുന്നത് പോയിട്ട് ടീച്ചറിനൊന്ന് സംസാരിക്കാൻ പോലും ഉള്ളൊരു ചാൻസ് എനിക്ക് കിട്ടുന്നില്ല. സോ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നുണ്ട്. കാരണം എന്നോട് ആരെങ്കിലും ചോദിച്ചല്ലോ, അല്ലെങ്കിൽ പണ്ട് തൊട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയാൻ റെഡിയാക്കി വെച്ചൊരു മറുപടിയാണ്, ഒരിക്കലും ഞാൻ എൻ്റെ കൃഷ്ണ ടീച്ചറിനെ പോലൊരു ടീച്ചറാവത്തില്ല എന്ന്. പക്ഷേ ഇന്ന് ഞാൻ പറയും, ഞാൻ ടീച്ചറാവുകയാണെങ്കിൽ അത് കൃഷ്ണ ടീച്ചറിനെ പോലൊരു ടീച്ചറേ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ് വരെ 6 വർഷം എന്നെ മാത്സിൽ ഞാൻ ഒന്നും ആവില്ല, ജയിക്കത്തില്ല, 10ാം ക്ലാസ് പോലും പാസ്സാവില്ലെന്ന് വിചാരിച്ച ടീച്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊരിക്കലും എന്നെ ജയിപ്പിക്കുന്നതിനുള്ള യാതൊരുവിധ സാധ്യതയോ അവരെ സ്വന്തം എഫേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എടുത്തായിട്ട് എനിക്കറിയില്ല ചെയ്തായിട്ട്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് പിന്നെ തിരിച്ചറിവ് വരുമായിരിക്കാം. 1ഉം 2ഉം അല്ല, 6 വർഷം 10ാം ക്ലാസ് വരെ ഞാൻ മാത്സിൽ ഒന്നും അല്ലാതിരുന്ന സമയം. അത് 2ഓ 3ഓ ക്ലാസ്സിൽ മാത്രമേ ഈ സബ്ജക്റ്റ് ഉള്ളായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ 6 വർഷത്തോളം ഞാൻ പഠിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് എന്തുകൊണ്ട് എൻ്റെ ഈ കൃഷ്ണ ടീച്ചർ എന്നെ രക്ഷിച്ചെടുത്ത പോലെ രക്ഷിക്കാൻ പറ്റിയില്ല? അവരെന്നെ കാണുന്നത്, ഞാൻ പറയട്ടെ, ഈ ഓരോ വർഷവും ഞാൻ മാറി മാറി സ്കൂളിൽ പോകുന്നില്ല. 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞാൻ ഒരൊറ്റ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പോൾ എന്നെ സ്ഥിരമായി കാണുന്ന ടീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു. എന്നിട്ടും ആ വന്നു പോയ 2-3 ടീച്ചേഴ്സിന് പോലും എന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ച് ആ മാത്സിനോടൊരു ഇഷ്ടം കൊണ്ടുവരാനോ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം, ആ കൊച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റിനും ജയിക്കുന്നുണ്ട്, ഈ കൊച്ച് ഇതിന് മാത്രം എന്താ ജയിക്കാത്ത, അവളെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനൊരു തോട്ട് അവർക്കുള്ളിൽ എന്തായിരുന്നു വരാതിരുന്നേ. അപ്പോൾ ഞാൻ ഇക്കാലം അത്രയും ഐഡിയലായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, മാത്സിലല്ല എന്തായാലും. അതേസമയം 8 തൊട്ട് 10 വരെയാണ് എനിക്ക് ഈ കൃഷ്ണ ടീച്ചറിൻ്റെ ക്ലാസ് കിട്ടിയിട്ടുള്ളത്. ആ 3 വർഷവും ആ ടീച്ചർ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്ത്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും 10ാം ക്ലാസ് പാസ്സായെന്ന് ഞാൻ പറയുന്നില്ല, 9ലും 8ലൊക്കെ ആയിട്ട് പഠിത്തം നിർത്തിപ്പോയ ഒരുപാട് കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും ടീച്ചർ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അവരെപ്പോലെ എന്നെ ടീച്ചർ ഉപേക്ഷിക്കാതിരുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. എൻ്റെ കൃഷ്ണ ടീച്ചർ വേണമെങ്കിൽ എന്നെ തള്ളിക്കളയായിരുന്നു. 6 വർഷമായിട്ട് അവളുടെ നേരത്തെ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സ് പോലും തിരിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവരുടെയും പോലെ തന്നെ ഒരു 0 ബാലൻസ് ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വേണമെങ്കിൽ കൊണ്ടേ കളയായിരുന്നു. അത് മാത്സ് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഫസ്റ്റ് ഡേയിൽ എണീറ്റ് നിന്ന് എന്നെ. പക്ഷേ ടീച്ചർ അത് വിട്ടു കൊടുത്തില്ല. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴും ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു 11 വർഷം കഴിയുന്നവരെ എനിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒരു ടീച്ചറാണോ, ഒരു ടീച്ചർ ഇങ്ങനെയാണോ, ഒരിക്കലും ഇവരെ പോലെ ആവരുതെന്ന് കരുതിയ മൊമെൻറ്റ്സാണ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ
ഇവരൊക്കെയാണ് അക്ഷരം തെറ്റാതെ ടീച്ചറേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ. കാരണം അവർ വെറുതെ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ജോലി ചെയ്തത്. അവർ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും ഏതെങ്കിലും വിധേന രക്ഷപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന ടീച്ചേഴ്സൊക്കെയാണ്. ഞാൻ ആ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ കണ്ണ് കെട്ടിയിരുന്ന റിബണൊക്കെ അഴിച്ചുള്ളത് ഞാനിപ്പോൾ കാണുന്നതാണ് യഥാർത്ഥം എന്ന് കരുതിയിരുന്ന ഒരാളാണ്. പക്ഷെ ആയിരുന്നില്ല. ആ റിബൺ അഴിച്ചത് ആക്ച്വലി ലാസ്റ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാമിലായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഒരു ടീച്ചറിനെ ഞാൻ കണ്ടത്. സോ ഈ വീഡിയോ ടീച്ചർ കാണുവാണെങ്കിൽ എൻ്റെ കൃഷ്ണ ടീച്ചറെ നിങ്ങൾ ഒരുപാട് വലിയ ആളാണ്. ടീച്ചറിന് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പക്ഷേ സ്പാർക്ക് കണ്ടതുകൊണ്ടായിരിക്കാം ടീച്ചർ എന്നെ ഉപേക്ഷിക്കാതെ അപ്പോഴും എൻ്റെ കൂടെ നടന്ന് കൈപിടിച്ച്. പക്ഷെ എന്നെ ടീച്ചർ താങ്ങി പിടിക്കുകയാണെന്ന് ഈവൻ ഈ 11 വർഷം വരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടീച്ചറിൻ്റെ ഒരൊറ്റ കരുണ കൊണ്ടാണ് ഞാൻ ആ എക്സാം പാസ്സായതും ഇങ്ങനൊരു ഇൻഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷൻ പോലും എനിക്ക് കിട്ടിയതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്നുമല്ല, ശരിക്കും എൻ്റെ മാത്രം സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാനന്ന് എക്സാം പാസ്സായതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അല്ല, ടീച്ചറാണ് എന്നെ അവിടെ ജയിപ്പിച്ചത്. ശരിക്കും എൻ്റെ ആ വിജയം ടീച്ചറിനാണ് ശരിക്കും അവകാശപ്പെട്ടത്. ഇപ്പോൾ ഞാനും ഒരു ടീച്ചറാകാൻ പോവാണ്. ഇനി ഞാൻ ആരോടും പറയും, ഞാനൊരു ടീച്ചറാവുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കൃഷ്ണ ടീച്ചറിനെ പോലെ ആയാൽ മതി. ഇനി എൻ്റെ കുട്ടികളുടെ മുന്നിൽ ഞാൻ ചെല്ലുമ്പോഴും ഞാനൊന്നും ടീച്ചറായിരിക്കില്ല, കൃഷ്ണ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറിനെ ആയിരിക്കും ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുക. ഒരിക്കലും എൻ്റെ താല്പര്യങ്ങൾക്കെതിരെ സംസാരിച്ചെന്നുള്ള പേരിലോ അല്ലെങ്കിൽ അവർ മോശമാണെന്നുള്ള കാര്യത്തിലോ ഒരിക്കലും ഞാൻ അവരെ തള്ളിക്കളയത്തില്ല. അവരുടെ ഉള്ളിലെ എന്തെങ്കിലും ഒരു സ്പാർക്ക്, എൻ്റെ കൃഷ്ണ ടീച്ചർ എൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ച ആ ഒരു സ്പാർക്ക് ഞാൻ അവരിൽ കണ്ടുപിടിക്കും. ആ ഉറപ്പ് ഞാൻ ടീച്ചറിന് തരാം. എന്തെങ്കിലും ഒരിക്കൽ ടീച്ചറിന് മുന്നിൽ വെച്ച് ഇത് നേരിട്ട് പറയണമെന്നുണ്ട്. ഒരുപക്ഷെ നടന്നില്ലെങ്കിലും ഈ വഴിയെങ്കിലും ടീച്ചർ ഇത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഇത്രയും പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്തത്. എനിവേ, താങ്ക് യു സോ മച്ച് എൻ്റെ കൃഷ്ണ ടീച്ചർ. നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ ഇത്രയും ആക്കിയത് എല്ലാം നിങ്ങളാണ്. താങ്ക് യു.